അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോയ ഡീപ്പ് ഫ്രൈ ആണ്. അപ്പോൾ ഇത് വെറുതെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കും. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈ വെള്ളം നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് സോയ ഇട്ട് കൊടുക്കാം. സോയ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കബാബ് മസാലയാണ്. ചിക്കൻ മസാലയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ഞാൻ അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൈരാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലേശം വേണമെങ്കിൽ വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഒരുപാട് തൈര് വേണ്ട, കുറച്ച് തൈര് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അത് ഇതാക്കി വെച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന സോയ നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ. നല്ല രീതിക്ക് പിഴിഞ്ഞെടുക്കണം. ആ വെള്ളത്തോടെ ഇടരുത്. നല്ലപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതാണ്. അരമണിക്കൂർ മിനിമം വെക്കണം. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. റെസ്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതായിട്ട് ഓയിൽ തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്കിത് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. ഒരുപാട് ഓയിലിൽ മുങ്ങി പൊരിക്കുന്നില്ല, കുറച്ച് ഓയിലേ എടുക്കുന്നുള്ളൂ കേട്ടോ. ആ ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഇത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കിട്ടില്ല ടേസ്റ്റാണ്. പിള്ളേർക്ക് വെറുതെ കൊടുത്താലും സ്നാക്സ് ആയിട്ട് അവർ കഴിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടു